കേറ്ററ്റുമായി ബന്ധപ്പെട്ട റിവ്യൂ പെറ്റീഷൻ തള്ളിയതോടെ സുപ്രീം കോടതിയിൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നു. നിയമോപദേശം ലഭിച്ചതിന് ശേഷമാകും തുടർ നടപടി. ഗോപാൽ ശിലാസരനുണ്ട്. ഗോപാൽ ശിലാസരൻ, ഒരുപാട് പ്രായമേറിയ അധ്യാപകരൊക്കെ റിട്ടയർമെന്റിന്റെ വക്കിൽ നിൽക്കുന്നവരും ഇനി കേറ്ററ്റ് പരീക്ഷ എഴുതിയാൽ മാത്രമേ അവർക്ക് തുടരാൻ കഴിയൂ എന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ സർക്കാർ ക്യൂറേറ്റീവ് പെറ്റീഷനുമായി പോകാൻ പോകുന്നത്? ഇതാണിനി അവസാനത്തെ അഭയമല്ലേ? അതെ ഡോക്ടർ അരുൺ, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ നൽകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് അന്തിമമായി പെറ്റീഷൻ നൽകാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടേണ്ടതായിട്ടുണ്ട്. നിയമോപദേശം തേടുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ അധ്യക്ഷതയിൽ ഇന്നൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു ധാരണയായിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിരുന്ന റിവ്യൂ പെറ്റീഷൻ ഹർജി തള്ളിയ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. അധ്യാപകർ ഏതാണ്ട് 50,000-ഓളം അധ്യാപകരാണ് സംസ്ഥാനത്തുടനീളം കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥിതിയുള്ളത്. 2027 സെപ്റ്റംബർ മാസത്തിനകം തന്നെ കേറ്ററ്റ് പാസ്സായില്ലെങ്കിൽ ഇവർക്ക് ജോലി നഷ്ടമാകുന്ന, ഇവർ സർവീസിൽ നിന്ന് പുറത്താകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഈ ആശങ്ക പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും പിന്നീട് ഇപ്പോൾ UDF സർക്കാർ വന്നതിന് ശേഷം ഇതിൽ സജീവമായി തന്നെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അധ്യാപകർ ആശങ്ക അറിയിക്കുന്നുണ്ട്. സർക്കാർ തങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മന്ത്രി അടക്കമുള്ളവർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ക്യൂറേറ്റീവ് പെറ്റീഷനാണ് ഇനി അടുത്ത ഘട്ടത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനായി ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഒരു നടപടി.